2026 ആണ്ട് നോമ്പിൻ്റെ അന്വേഷണ പരമ്പരയിൽ 31 ഭാഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുവാനിടയായതിൽ സന്തോഷിക്കുന്നു. ഇന്നത്തെ നമ്മുടെ അന്വേഷണ വിഷയം 40 പകലും 40 രാവും ധ്യാനിക്കാനായി മരുഭൂമിയിലേക്ക് പോയ യേശു, അതിനുശേഷം അത് പൂർത്തിയാക്കി സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് സമൂഹത്തിലേക്ക് മടങ്ങി വരുമ്പോൾ എന്ത് ആത്മീയ ദർശനത്തോടുകൂടെയാണ് അവനായിരുന്നത് എന്നത് മനസ്സിലാക്കുക എന്നതാണ്. ഇതും പഠന സ്വഭാവമുള്ള ഒരന്വേഷണമാകിയാൽ അതിനായി ഒരുക്കിയിരിക്കുന്ന നോട്ട്സിലേക്ക് ഏവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായി പറയാൻ താല്പര്യപ്പെടുന്നത്, യേശു മരുഭൂമിയിൽ നിന്ന് മടങ്ങിയപ്പോൾ അവൻ മരുഭൂമിയിൽ പോയതുപോലെയല്ല, വലിയ വലിയ ആന്തരികമായ വ്യത്യാസം പ്രാപിച്ച ശേഷമാണ് മടങ്ങി വന്നത്. അതിനെ വേണമെങ്കിൽ നമുക്കിങ്ങനെ വിശേഷിപ്പിക്കാം. അവൻ മരുഭൂമിയിലേക്ക് പോയത് ഒരു യഹൂദനായിട്ടായിരുന്നുവെങ്കിൽ അവിടെ നിന്ന് അവൻ മടങ്ങുന്നത് മനുഷ്യപുത്രനായിട്ടാണ്. ഇതൊരു വലിയ വലിയ വ്യത്യാസം തന്നെയാണ്. ഇതിനേക്കാൾ വലിയൊരു വിപ്ലവം ഒരുപക്ഷെ നമുക്ക് വിഭാവന ചെയ്യുവാൻ സാധ്യമല്ല. ഇതാണ് വിടുതൽ, ഇതാണ് രൂപാന്തരം, ഇതാണ് മനുഷ്യത്വത്തിലേക്കുള്ള തീർത്ഥയാത്ര. അതുകൊണ്ട് ഇത്രമാത്രം ആത്മീയമായ അർത്ഥഗാംഭീര്യമുള്ള ഈ ഒരു വിഷയത്തെ വേണ്ടതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ ഇടയാകട്ടെ, അതിനുള്ള കൃപ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ബാക്കിയുള്ള ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കിട്ടുകൊള്ളട്ടെ. അതുകൊണ്ട് തന്നെ അപ്രകാരമുള്ള ഒരു വിടുതൽ പ്രാപിച്ച വ്യക്തി എന്ന നിലയിൽ, അതായത് യഹൂദൻ എന്ന ആ ഒരു അസ്തിത്വം അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി, അതിൻ്റെ ഗോത്രപരവും മതപരവുമായ ഭാരങ്ങൾ അവയൊക്കെയും ഇറക്കി വെച്ചിട്ട് മനുഷ്യപുത്രൻ എന്ന ആ പുതിയ അവസ്ഥയുടെ സ്വാതന്ത്ര്യവും പുതുമയും ആ ആന്തരികമായ ആവേശവും ഉൾക്കൊള്ളുന്ന വളരെ പ്രത്യേകതയുള്ള ഒരു വ്യക്തിത്വമായിട്ട് താൻ കടന്നു വരുമ്പോൾ തീർച്ചയായും അതുവരെ യഹൂദന്മാർ വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്ന മത ആചാരങ്ങളോടും മനോഭാവങ്ങളോടും സങ്കല്പങ്ങളോടും യേശു അകൽച്ച പ്രാപിച്ചിരുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിരുന്നു എന്നത് നമുക്ക് ന്യായമായും ഊഹിക്കാവുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ആ സമയത്ത് യേശു ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ല. മരിക്കുന്നത് വരെയും യേശു ക്രിസ്ത്യാനി ആയിരുന്നില്ല. അവൻ യഹൂദൻ എന്ന അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് അവൻ ക്രിസ്ത്യാനിയായി എന്ന് ദയവായി ആരും ധരിക്കരുത്. ഒരു മതത്തിൻ്റെയും ലേബൽ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മേൽ ഒട്ടിക്കുവാൻ സാധ്യമല്ല എന്നതാണ് ആദ്യമായി നാം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. യേശു ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ല എന്ന് മാത്രമല്ല, ആരോടെങ്കിലും അവൻ ഒരു ക്രിസ്ത്യാനി ആകണമെന്നോ ഏതെങ്കിലും മതത്തെ ആചരിക്കണമെന്നോ പറഞ്ഞതായി യാതൊരു തെളിവുമില്ല എന്ന് മാത്രവുമല്ല, മതത്തിൻ്റെ വിവിധമായ ഘടകങ്ങളോട്, അതിൻ്റെ ഉള്ളടക്കങ്ങളോട് യേശു അകലം പാലിച്ചിരുന്നു. അത് കഴിയുന്നത്രയും ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു. നമുക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ മതം കൊണ്ട് മനുഷ്യൻ ആദ്യം ചിന്തിക്കുമ്പോൾ ദൈവത്തെ അല്ല പുരോഹിതരെയാണോ ഓർമ്മ വരുന്നത്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഒരു ഭാഗത്ത് പോലും താൻ അറിഞ്ഞ പുരോഹിതന്മാരെ അതിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുകയോ പുരോഹിത വർഗത്തിൻ്റെ മേൽക്കോയ്മയ്ക്ക് കപ്പം കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ യേശു ഒരു മതം പ്രചരിപ്പിക്കാനല്ല പിന്നെ ശ്രമിച്ചത്. അവൻ ഒരു ജീവിത ദർശനവും ജീവിത രീതിയും
ജനങ്ങൾക്ക് അറിയിക്കുവാനായിട്ടാണ് തൻ്റെ പരസ്യ ശുശ്രൂഷ പ്രയോജനപ്പെടുത്തിയത്, ഉപയോഗിച്ചത് എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. അപ്പോൾ ജീവന്റെ വഴിയായിട്ടാണ് യേശു തന്നെ മനസ്സിലാക്കുന്നത്, അപ്രകാരമാണ് തന്നെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ജീവന്റെ വഴി അറിയിക്കാനായി വന്നവന് മതത്തിൻ്റെ ഒരുവിധമായ ഡോഗ്മകളോ അല്ലെങ്കിൽ വിശ്വാസ പ്രമാണങ്ങളോ റിച്വൽസ് അല്ലെങ്കിൽ ആചാര അനുഷ്ഠാനങ്ങളോ ലിറ്റർജി അല്ലെങ്കിൽ ആരാധന ക്രമങ്ങളോ ആവശ്യമുണ്ടായിരുന്നില്ല. യേശു അതിനല്പം പോലും വില കൽപ്പിച്ചിരുന്നില്ല എന്നത് നമുക്ക് 4 സുവിശേഷങ്ങളിൽ കൂടെ വ്യക്തമായി അറിയാവുന്നതാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് ഈ റിലീജിയസ് ഡോഗ്മ, റിച്വൽസ്, ലിറ്റർജി ഇവയിൽ നാം ആശ്രയിച്ച് നിൽക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് എന്ന് നാം തിരിച്ചറിയേണ്ട ഒരു അത്യാവശ്യമുണ്ട്. നാം ഏതെങ്കിലും ഒരു വിശ്വാസ പ്രമാണത്തിൽ, ഒരു ആചാര അനുഷ്ഠാനത്തിൽ, ഒരു ആരാധനാ രീതിയിൽ മാത്രം തങ്ങി നിൽക്കുമ്പോൾ നാം അതിൽ മാത്രം തങ്ങിപ്പോവുകയും അതിൽ മാത്രം മഞ്ഞ് ഉറഞ്ഞിരിക്കുന്നത് പോലെ അടിഞ്ഞു പോവുകയും മറ്റുള്ളവരിൽ നിന്ന് വേർപെടുത്തപ്പെട്ടവരായി, അന്യവൽക്കരിക്കപ്പെട്ടവരായി നാം ആയിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തിന് വളരുവാനുള്ള അവസരങ്ങൾ നന്നേ കുറയും. നമ്മുടെ അവസ്ഥ ഉണങ്ങി വരേണ്ടതുപോലെ ആയിത്തീരും. ഇത് മതത്തിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന വലിയ അപകടമാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് യേശു പറയുന്നത്, ദൈവം ആ മലയിലുമല്ല, ഈ മലയിലുമല്ല, ആ പട്ടണത്തിലുമല്ല, ഈ പട്ടണത്തിലുമല്ല. ദൈവത്തെ ആരാധിക്കേണ്ടത് ഇന്ന ദിവസം മാത്രമാണ് എന്ന് പറയുന്നതും ശരിയല്ല. മനുഷ്യൻ ശബത്തിന് വേണ്ടിയല്ല, ശബത്ത് മനുഷ്യന് വേണ്ടിയാണ്. അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ഈ ആചാര അനുഷ്ഠാനങ്ങളിൽ കൂടെ മാത്രമേ ആരാധിക്കാവൂ. ഇപ്രകാരമുള്ള യാതൊരു പഠിപ്പീരോ നിർബന്ധമോ യേശുവിൽ അല്പം പോലും കാണുവാൻ സാധ്യമല്ല. മതം ഏതിനൊക്കെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നോ അതിനെ മുഴുവനും അങ്ങ് മാറ്റി നിർത്തിയിട്ടാണ് യേശു ജീവന്റെ വഴി വിളിച്ച് അറിയിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു യൂണിഫോം ഇടണം. പുരോഹിതന്മാരിടുന്ന അലോഹയൊക്കെ ഇട്ട് വേണം ആരാധിക്കാൻ, അല്ലെങ്കിൽ ദൈവത്തിന് കോൾഡ് പിടിക്കും, അല്ലെങ്കിൽ ദേഷ്യം വരും. അങ്ങനെയുള്ള യാതൊരു പഠിപ്പീരുമില്ല. യേശു ഇപ്രകാരമുള്ള കോമാളി വേഷങ്ങൾ ഇട്ടിരുന്നില്ല എന്നത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഈ ഇപ്രകാരം മതം നിഷ്കർഷിക്കുന്ന ചില വിശ്വാസ പ്രമാണങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും മാറ്റിവെച്ചിട്ട് മനുഷ്യർ യഥാർത്ഥത്തിൽ മനുഷ്യത്വത്തിൻ്റെ നന്മ, മേന്മ, വെളിച്ചം, മാഹാത്മ്യം കൈവരിക്കണമെന്നും തൽഫലമായി അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരത്തക്കവണ്ണം അവരുടെ വ്യക്തിത്വം വളരണം എന്നുമാണ് യേശു ഏറ്റവും പ്രത്യേകമായി താല്പര്യപ്പെട്ടിരുന്നത് എന്ന് നമുക്കറിയാം. ഇനി മൂന്നാമതായിട്ട് ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ യേശുവിനെ സംബന്ധിച്ചിടത്തോളം മതത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ച് യേശു വിലമതിച്ചിരുന്നത് ഓരോ വ്യക്തികളെയുമാണ്. ഒരു വ്യക്തി, മതത്തിൻ്റെ സംരക്ഷകർ, മതത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്യക്തികൾക്കൊരു പ്രാധാന്യവുമില്ല, മതത്തിനാണ് പ്രാധാന്യം. മനുഷ്യരെല്ലാവരും മതത്തിന് വേണ്ടി ജീവിക്കണം. അന്നും ഇന്നും ഈ ഒരു തത്വത്തിന്, ഈ ഒരു അധപ്പതിച്ച അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് വളരെ ശക്തമായി യേശു പറയുന്നത്, മനുഷ്യൻ ശബത്തിന് വേണ്ടിയല്ല, ശബത്ത് മനുഷ്യർക്ക് വേണ്ടി ആയിരിക്കണം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, മനുഷ്യൻ മതത്തിന് വേണ്ടിയല്ല, മതം മനുഷ്യന് വേണ്ടി ആയിരിക്കണം. ഓരോ വ്യക്തിയുടെയും വില എത്ര വലുതാണ് എന്ന് യേശു തിരിച്ചറിഞ്ഞു. അത് ഒരു ഉപമയിൽ കൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കാണാതെ പോയ ആടിൻ്റെ ഉപമ. നഷ്ടപ്പെട്ട ഒരു ആടിനെ അന്വേഷിക്കാനായി മറ്റേ 99നെയും വിട്ട് കാണാതെ പോയതിനെ അന്വേഷിച്ച് യഥാസ്ഥാനത്താക്കുവാനായി വെമ്പൽ കൊള്ളുന്ന ഒരു നല്ല ഇടയൻ്റെ മാതൃക യേശു കാണിക്കുമ്പോൾ അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ
മനുഷ്യനിർമ്മിതമായ എല്ലാ സംവിധാനങ്ങൾക്കും അതീതമായി ഓരോ വ്യക്തിയുടെയും ജീവനും ജീവിതത്തിനും വില കൽപ്പിക്കപ്പെടുന്നു. അതാണ് ആത്മീയമായ ഊന്നൽ എന്നതാണ്. പക്ഷേ മതം ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത് ആ മർമ്മത്തിലല്ല എന്നത് വ്യക്തമാണ്. നാലാമതായി, യേശു ഉച്ചനീചത്വങ്ങളുടെ ക്രമീകരണങ്ങളെ മുച്ചൂടും ഉപേക്ഷിച്ചിരുന്നു. ഹി റിജക്റ്റഡ് ഹയറാർക്കി കംപ്ലീറ്റ്ലി. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം മതമെന്ന് പറഞ്ഞാൽ ഈ ശ്രേണീബദ്ധമായ നേതൃത്വമാണ്, ഹയറാർക്കിയാണ്. യേശു ഈ ഹയറാർക്കിയെ തള്ളിക്കളയാനുള്ള കാരണം അവൻ്റെ ജീവിത ദർശനം സ്നേഹത്തിൽ അധിഷ്ഠിതമായിരുന്നു, സ്നേഹത്തിൽ കേന്ദ്രീകൃതമായിരുന്നു. സ്നേഹം ഈ ഉച്ചനീചത്വങ്ങളെ ഒരു വിധത്തിലും സ്വീകരിക്കുന്നതല്ല, സഹിക്കുന്നതല്ല. സമത്വത്തിൽ മാത്രമേ സ്നേഹം പ്രകടിപ്പിക്കാൻ സാധ്യമാകുകയുള്ളൂ. സമത്വത്തിൽ കൂടെ മാത്രമേ കൂട്ടായ്മ ആചരിപ്പാനും സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ടാണ് യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ മനുഷ്യനും ദൈവവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതേസമയം പുരോഹിതർ നോക്കുമ്പോൾ മനുഷ്യർ പടുകുഴിയിലും ദൈവം ഉയർന്നും താഴ്ന്നുമുള്ള സിംഹാസനത്തിലൊക്കെ ഇരിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷെ അപ്രകാരമുള്ളൊരു ദർശനം നമുക്ക് യേശുവിൽ കാണാൻ സാധ്യമല്ല. മനുഷ്യരെ ദൈവത്തോട് ഏറ്റവും അടുപ്പിക്കുക എന്നതായിരുന്നു യേശുവിൻ്റെ ലക്ഷ്യം. പക്ഷെ എന്തുകൊണ്ടോ അത് മനസ്സിലാക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ മനസ്സില്ലാതെ പുരോഹിതവർഗം മനുഷ്യരെ ദൈവത്തിൽ നിന്ന് എത്രമാത്രം അകറ്റി നിർത്താമോ, അവർ പാപികളാണ് എന്നും കൃപ പൂർണ്ണമായി നശിച്ചവരാണ് എന്നും അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപാസനത്തിൽ വരുവാൻ അവകാശം നഷ്ടപ്പെട്ടവരാണ് എന്നും തൽഫലമായി ഒരു മധ്യസ്ഥരിൽ കൂടെ മാത്രമേ ദൈവത്തെ സമീപിക്കാൻ അവർക്ക് സാധ്യമാകുകയുള്ളൂ എന്ന് പഠിപ്പിക്കുകയും ആ മധ്യസ്ഥരുടെ അല്ലെങ്കിൽ ഇടനിലക്കാരുടെ സ്ഥാനത്ത് തങ്ങളെ തന്നെ സ്ഥാപിക്കുകയും ചെയ്ത ഒരു നിർഭാഗ്യകരമായ ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിൽ ആരെയും നിങ്ങളുടെ യജമാനൻ എന്ന് കാണുകയോ വിളിക്കുകയോ ചെയ്യരുത്. കാരണം നിങ്ങൾക്കാർക്കെങ്കിലും യജമാന്മാരുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടിമകളായിരിക്കും. ആരുടെയും അടിമകളാകാനല്ല മനുഷ്യനെ ദൈവം സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത്. ആ അടിമയ്ക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കും. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവൻ മനുഷ്യനല്ല. അതുകൊണ്ട് അവന് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാനോ അവൻ്റെ തന്നെ വ്യക്തിത്വത്തിൻ്റെ സാധ്യതകളോട് നീതി പാലിക്കുവാനോ സാധ്യമല്ല എന്നതാണ് യേശുവിൻ്റെ ഉറച്ച നിലപാട് എന്ന് ഈ തരുണത്തിൽ നാം ഓർക്കേണ്ടതാണ്. അഞ്ചാമതായി, യേശു വളരെ താല്പര്യത്തോടെ വളരെ കരുതലോടെ അറിയിച്ച കാര്യം, നാം എന്ത് ചെയ്യുന്നുവോ അതിനെപ്പറ്റി നമുക്ക് ഉത്തമമായ ബോധ്യമുണ്ടാകണം. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ഡു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശു തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകിയ ശേഷം അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ നിങ്ങൾക്ക് ചെയ്തത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നുവോ? കാരണം നിങ്ങളിത് ആചരിക്കും, പക്ഷേ ഇതെന്താണെന്ന് അറിയാതെയാണ് നിങ്ങൾ ആചരിക്കാൻ പോകുന്നത് എങ്കിൽ ഇതിന് യാതൊരു അർത്ഥവും വിലയും ഉണ്ടാകുകയില്ല. നമുക്കറിയാം, മതപരമായ നമ്മുടെ ആചാരങ്ങൾ ബഹുഭൂരിപക്ഷവും നാം അറിയാത്തതാണ്. ഇതെന്താണെന്നോ, ഇതിൻ്റെ അർത്ഥം എന്താണെന്നോ, ഉദ്ദേശം എന്താണെന്നോ, ഇത് ആചരിച്ചാൽ എന്ത് സംഭവിക്കണമെന്നോ സംഭവിച്ചുകൂടെ, ഇങ്ങനെ യാതൊരു അറിവും നമുക്കില്ല. അജ്ഞതയിൽ കൂടെ ആന്തരികമായി ആവർത്തിക്കപ്പെടുന്ന ചില പ്രക്രിയകളുടെ ആകെത്തുകയാണ് നമ്മുടെ ആരാധന എന്നത് വളരെ വളരെ ദുഃഖകരമായ, പരിതാപകരമായ ഒരവസ്ഥയാണ്. അപ്പോൾ നാം മനസ്സിലാക്കാതെ യാന്ത്രികമായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ദൈവത്തെ മാനിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെയ്യുന്നത് എങ്കിൽ അത് ദൈവത്തെ മാനിക്കുകയല്ല, അപമാനിക്കുകയാണ് എന്നത് യേശു വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശു ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നതിൽ, പഠിപ്പിക്കുന്നതിൽ പ്രാധാന്യം കൊടുക്കുകയും അത്ഭുതം ചെയ്യുന്നതിനേക്കാൾ ജനങ്ങളെ ചിന്തിക്കാൻ പരിശീലിപ്പിക്കുന്നതാണ് പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് യേശു അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളൂ. യേശു പറഞ്ഞു, നിങ്ങൾ അന്വേഷിപ്പീൻ കണ്ടെത്തുക. അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ന് നിലവിലിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുക എന്നാണ് അർത്ഥം. ടു സീക്ക് ഈസ് ടു തിങ്ക് ഡിഫറൻ്റ്ലി. അല്ലെങ്കിൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ചിന്തിക്കുന്നത് പോലെ മാത്രം ചിന്തിക്കാനാണെങ്കിൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ ചിന്തിച്ചതിൻ്റെ ഫലമായി ലഭിക്കാവുന്ന കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് മാത്രം വായിച്ചാൽ മതി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വായിൽ നിന്ന് കേട്ടാൽ മതി. നിങ്ങൾക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ
ഇപ്പോൾ എപ്രകാരമാണ് ആളുകൾ കാണുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്, അതിൽ നിന്ന് വ്യത്യസ്തമായ വിധത്തിൽ ചിന്തിക്കുവാനും അന്വേഷിക്കുവാനും നിങ്ങൾ ധൈര്യം കാണിപ്പീൻ, അതിനുള്ള പ്രാപ്തി ആർജിപ്പീൻ എന്നാണ് യേശു പറയുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഗ്രാമഫോൺ റെക്കോർഡൊന്നുമില്ല, പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗ്രാമഫോൺ റെക്കോർഡിനകത്ത് ഗ്രൂവ്സ് ഉണ്ട്, അതിനകത്ത് പാതയുണ്ട്. അതിനകത്ത് ഗ്രാമഫോണിൻ്റെ സ്റ്റൈലസ് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാട്ട് കേട്ടത്. അപ്പോൾ അതിൽ കൂടി ഇങ്ങനെ സ്റ്റൈലസ് കറങ്ങിക്കൊണ്ടിരുന്നാൽ എത്ര തവണ എത്ര നാൾ കറക്കിയാലും ഒരു പാട്ട് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്രകാരം ചിന്തിക്കാനാണ് മതം നമ്മളെ പഠിപ്പിക്കുന്നതും അനുവദിക്കുന്നതും. യേശു പറയുന്നത് അല്ല, പുതിയത് കണ്ടുപിടിക്കത്തക്ക, ഇതുവരെ അറിഞ്ഞതിനപ്പുറത്ത് പോയി മനസ്സിലാക്കത്തക്കവണ്ണം നിങ്ങൾ അന്വേഷിപ്പീൻ. സീക്ക് ആൻഡ് യു ഷാൽ ഫൈൻഡ്. അന്വേഷിപ്പീൻ, നിങ്ങൾ കണ്ടെത്തും. ഇപ്പോഴുള്ളത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ലല്ലോ, ഇപ്പോഴില്ലാത്തതാണല്ലോ കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴായിരിക്കുന്ന അല്ലെങ്കിൽ നിലവിലുള്ള വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്നതിൽ കൂടെ നമുക്ക് ഇന്ന് വരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ വെളിപ്പെട്ട് വരത്തക്കവണ്ണം അന്വേഷിപ്പിക്കുന്നതാണ് യേശു ഉദ്ദേശിച്ചത്. അതുകൊണ്ട് നാം എപ്പോഴും കരുതേണ്ട ഒരു കാര്യം, നാം നമ്മുടേതായ വിധത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അറിവും ചിന്താശക്തിയും കഴിവും അനുഭവങ്ങളുടെയും ഒക്കെ വെളിച്ചത്തിൽ നാം ആചരിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന കാര്യങ്ങൾ, സംഗതികൾ മനസ്സിലാക്കാൻ നിരന്തരം ശ്രമിക്കുന്നില്ല എങ്കിൽ നാം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയുകയും ആത്മാവിനും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നത്? നാം അറിയാത്തതിനെ ആരാധിച്ചാൽ ആ ആരാധന ഒരിക്കലും ആരാധനയാകുകയില്ല. കാരണം സത്യത്തിലുള്ള ആരാധന ആത്മാവിലും സത്യത്തിലുമുള്ളതാണ്. അത് അറിവിൻ്റെ ആരാധനയാണ്. ആ ആരാധനയിൽ കൂടെ നമ്മുടെ അറിവ് കൂടുതൽ വികസിക്കുവാനും സാധ്യമാകുന്നു. അപ്രകാരമുള്ള അറിവിൻ്റെ വളർച്ച ആരാധനയുടെ അഭേദ്യമായ അംശമാണ് എന്ന് തിരിച്ചറിയേണ്ട നാൾ വൈകിയിരിക്കുന്നു. അതുകൊണ്ട് we all have the duty to make sure that what we are required to do is good and righteous. നാം ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണ്, ദൈവികമാണ് എന്നുറപ്പ് വരുത്തുവാനുള്ള ഒരു കടമ നമുക്കുണ്ട്. എന്താണ് നമ്മുടെ കടമയെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ഡു വാട്ട് ഈസ് റൈച്ചിയസ്. ദൈവത്തിൻ്റെ നീതി നിങ്ങൾ നടപ്പാക്കുവിൻ, അതനുസരിച്ച് പ്രവർത്തിക്കുവിൻ. എങ്ങനെയാണ് നാം അപ്രകാരം ചെയ്യുന്നത് മനസ്സിലാക്കാൻ നമുക്ക് താല്പര്യമില്ല എങ്കിൽ മറ്റുള്ളവർ നമ്മോട് പറയുന്നത് മാത്രം അനുസരിച്ച് അവരുടെ താളത്തിൽ തുള്ളിക്കൊണ്ടിരുന്നാൽ നാം എങ്ങനെയാണ് ദൈവഹിതം അറിയുകയും നിർവഹിക്കുകയും ചെയ്യുന്നത് എന്നതാണ് യേശുവിടെ ഉന്നയിക്കുന്ന ചോദ്യം. അപ്പം അതുകൊണ്ട് യേശു പറയുന്നു, നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചത്തെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാവുന്ന മാർഗദർശനങ്ങൾ, അറിവുകൾ, തിരിച്ചറിവുകൾ കൂടുതൽ വിലമതിച്ച് അപ്രകാരം മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിപ്പീൻ. അപ്പോൾ തീർച്ചയായും ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം അള്ളിപ്പിടിച്ച് നിൽക്കുന്നവർക്ക് അവരുടെ ഓരോരുത്തരുടെയും വ്യക്തിഗതമായ അവരുടെ ഉള്ളിലുള്ള വെളിച്ചത്തെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ വഴിയെ മുൻപോട്ട് പോകുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുകയില്ല എന്നത് സാമാന്യ ബുദ്ധിയാണ്. ആറാമതായി എനിക്ക് പറയാനുള്ളത്, യേശു ഒരു വളരെ ശ്രദ്ധേയമായ തിരിച്ചറിവോടുകൂടെയാണ് മണലാരണ്യത്തിൽ നിന്ന് മടങ്ങി വന്നത്. അതെന്താണ്? ഈ ലോകത്തിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ വ്യവസ്ഥിതികളിലും ക്രമീകരണങ്ങളിലും യജമാനനും അടിമയും തമ്മിലുള്ള സമാനമായ ബന്ധങ്ങൾ മാത്രമേ സ്ഥിതി ചെയ്യുന്നുള്ളൂ. ദ വേൾഡ് നോസ് ഓൺലി മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ അടിമകളെ വിടുവിക്കാനാണ് വന്നത്. ഈ ലോകത്തിൽ എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അടിമകളാണ്. വലിയ വലിയ ആളുകൾ പോലും, നമ്മുടെ ദൃഷ്ടിയിൽ വലിയ ആളുകൾ എന്നൊക്കെ നാം വിചാരിക്കുന്ന ആളുകൾ പോലും അടിമകളാണ്. അവർക്ക് അവരുടെ മനസാക്ഷി അനുസരിച്ചോ അവരുടെ ഉള്ളിലെ വെളിച്ചത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചോ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഇത് ജർമ്മൻ ഫിലോസഫറായ ഹെയ്ഗൽ പറഞ്ഞു, ലോകത്തിലുള്ള എല്ലാ ബന്ധങ്ങളും ഈ മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പാണ്. അതിന് രണ്ട് വശങ്ങളുണ്ട്. സാമൂഹ്യമായും മതപരമായും ഉള്ള ബന്ധങ്ങളെല്ലാം തന്നെ ഈ മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മോടുള്ള ബന്ധം മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പാണ്. കാരണം ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ തന്നെ ജഡത്തിന് അടിമകളാണ്.
ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് പകരം ജഡത്തിൻ്റെ അടിമകളായിട്ടാണ് മനുഷ്യർ കഴിയുന്നത്. അതുകൊണ്ടാണ് ആത്മാവിൻ്റെ ദാനമായ ആത്മനിയന്ത്രണം, മാസ്റ്ററി ഓവർ ദ സെൽഫ് പ്രാപിക്കണം. അത് തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ് യേശു പറയുന്നത്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവർ സ്വയം ത്യജിക്കണം. ആ സ്വയത്തെ ത്യജിക്കാതെ ഈ സ്വയത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാഹ്യമായ അടിമത്വമുണ്ട്, ആന്തരികമായ അടിമത്വമുണ്ട്. ഈ രണ്ട് അടിമത്വത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നവർക്ക് മാത്രമേ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാൻ സാധ്യമാകുകയുള്ളൂ എന്നതാണ് യേശുവിൻ്റെ നിലപാട്. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ മാത്രമേ മനുഷ്യന് അവൻ പ്രാപിക്കേണ്ട യഥാർത്ഥ വളർച്ച പ്രാപിപ്പാൻ, മനുഷ്യത്വത്തിൻ്റെ വളർച്ച പ്രാപിപ്പാൻ സാധ്യമാകുകയുള്ളൂ. ആ സ്വാതന്ത്ര്യം നിലനിർത്തണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ എന്നാണ് യേശു വെളിപ്പെടുത്തുന്നത്. ലോകത്തെയും അതിൻ്റെ ക്രമീകരണങ്ങളെയും യജമാനന്മാരായി കാണുകയും അവയുടെ അടിമകളായി കഴിയുകയും ചെയ്യുന്നതിന് പകരം ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവായി കണ്ട് അവൻ്റെ താല്പര്യത്തോട്, അവൻ്റെ ഇംഗിതത്തോട് ചേർന്ന് അവ ഈ ലോകത്തിൽ നിലവിൽ വരുത്തുവാൻ നാം അധ്വാനിക്കുമ്പോൾ തീർച്ചയായും ഈ ലോകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഘടകങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും അടിമത്വത്തിൽ നിന്ന് നാം സംരക്ഷിക്കപ്പെടുകയും ആത്മീകമായ സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ നമുക്ക് ഇടയാകുകയും ചെയ്യും. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, ദൈവത്തെ അനുസരിക്കുന്നതാണ് പൂർണ്ണ സ്വാതന്ത്ര്യം. അത് മനസ്സിലാക്കാൻ, അതിൻ്റെ യുക്തി മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഈ ലോകത്തിലുള്ളതെല്ലാം നമ്മെപ്പോലെ തന്നെ തുച്ഛമാണ്. എത്ര വലിപ്പം ഉണ്ടെന്ന് തോന്നിയാലും ആത്യന്തികമായി നോക്കുമ്പോൾ എല്ലാം തുച്ഛമാണ്. അതേസമയം ഈ തുച്ഛമായതിനോട് നാം ബഹുമാനം കാണിക്കുമ്പോൾ നാം അടിമത്വത്തിലേക്ക് പോകുന്നു. ദൈവമോ സർവ്വസൃഷ്ടിയേക്കാൾ വലുതാണ്, മാഹാത്മ്യമേറിയതാണ്. ആ വലിയ മർമ്മത്തെ അനുസരിക്കുമ്പോൾ നാം നമ്മേക്കാൾ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയേക്കാൾ ഔന്നത്യമേറിയ അവസ്ഥ പ്രാപിക്കുന്നു. അതാണ് ഈ വിടുതലിൻ്റെ മർമ്മം എന്നതാണ് യേശുവിനെ പഠിപ്പിയതിൽ കൂടെ നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കും. അതുകൊണ്ട് യു കനോട്ട് ബി എ സ്ലേവ് ടു എവറി സിസ്റ്റം ഇൻ ദ വേൾഡ് ആൻഡ് സെർവ് ഗോഡ്. അത് മതത്തിലും അങ്ങനെയാണ്. നിങ്ങൾ മതത്തിൻ്റെ അടിമകളായി നിന്നാൽ നിങ്ങൾ ദൈവത്തെ അറിയുവാനോ സേവിപ്പാനോ സാധ്യമല്ല. ആർക്കും ദൈവത്തെയും മാമോനെയും ഒരേ സമയത്ത് സേവിപ്പാൻ സാധ്യമല്ല എന്ന് യേശു പറയുമ്പോൾ, മാമോൻ എന്ന് പറയുന്ന ലോകത്തിൻ്റെ മർമ്മത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെയും സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയുമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് മുക്തി പ്രാപിക്കണമെങ്കിൽ ദൈവത്തോടുള്ള വിധേയത്വം ഉണ്ടാകണം, ദൈവത്തെ ആരാധിക്കണം. നമുക്കറിയാം, ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും സീറോ മലബാർ സഭയുടെ അംഗങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഞായറാഴ്ച ദിവ്യബലി കൈക്കൊള്ളാൻ അവിടെ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കണോ വലത്തോട്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിൽക്കണോ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. അത് പുരോഹിതനും മെത്രാനും തീരുമാനിക്കും. അവർ പറയുന്നതിനനുസരിച്ച് കിഴക്കെന്ന് പറഞ്ഞാൽ കിഴക്ക്, പടിഞ്ഞാട്ടെന്ന് പറഞ്ഞാൽ പടിഞ്ഞാട്ട്, കീപ്പോട്ടെന്ന് പറഞ്ഞാൽ കീപ്പോട്ട്, മേപ്പോട്ടെന്ന് പറഞ്ഞാൽ മേപ്പോട്ട്, ഇരിക്കെന്ന് പറഞ്ഞാൽ ഇരിക്കുക, കിടക്കെന്ന് പറഞ്ഞാൽ കിടക്ക്. ഇതിനപ്പുറത്ത് യാതൊന്നും സാധ്യമല്ല. ഇതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, മതം അടിമത്വത്തിൻ്റെ മേഖലയാണ്. പക്ഷേ ഇത് നമ്മൾ ശീലിച്ച് നമ്മുടെ താരിപ്പായി ഈ അടിമത്വം അല്പം ഇല്ല എങ്കിൽ നമുക്ക് നേരെ നിൽക്കാൻ വയ്യ എന്ന ഒരവസ്ഥയിലാണ് നാം ഇപ്പോൾ ആയിരിക്കും. ഏഴാമതായി എനിക്ക് പറയാനുള്ളത്, യേശു പുനരുദ്ധാനത്തിൽ തിരിച്ചു വന്നപ്പോൾ അവന് വ്യക്തമായി അറിയാവുന്നൊരു കാര്യം, നമുക്ക് പരിചയമുള്ളൊരു സ്ലോഗൻ, മുദ്രാവാക്യത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ടോക്ക് ലെസ് വർക്ക് മോർ. നമുക്കറിയാം, മതത്തിൻ്റെ മേഖലയിൽ മനുഷ്യർ ശബ്ദം, വാക്ക്, യാതൊരു ലക്കും ലഗാനുമില്ലാതെ വാക്കുകൾ. എന്നാൽ പ്രവൃത്തി വരുമ്പോൾ ശൂന്യം. ഇത് യേശു നന്നേ മനസ്സിലാക്കി. ഇത് മനുഷ്യത്വത്തിന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ പാപരത്വമാണ്. യഥാർത്ഥത്തിൽ മനുഷ്യനെ മനുഷ്യനാക്കുകയും അവൻ്റെ വ്യക്തിത്വത്തെ വളർത്തുവാനും അതിന് വീര്യം പകരുവാനും അവനെ സഹായിക്കുന്നത് വാക്കുകളല്ല, പ്രവൃത്തിയാണ് എന്ന് യേശു മനസ്സിലാക്കി. കാരണം പ്രവൃത്തിയിൽ അധ്വാനിക്കുമ്പോൾ മാത്രമേ നാം
നമ്മുടെ യഥാർത്ഥ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധ്യമാകുകയുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം, ഒരു ചുമതല ഏറ്റെടുക്കും. ആ ചുമതല ഏറ്റെടുക്കാത്തത്തോളം കാലം നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടോ, നമ്മുടെ വളർച്ച പര്യാപ്തമാണോ, ഇതൊന്നും നമുക്കറിയാൻ സാധ്യമല്ല. പക്ഷെ നമ്മൾ ചുമതല ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഓരോ ദിവസവും നമുക്ക് മനസ്സിലാകും നമുക്ക് ഇന്ന പോരായ്മയുണ്ട്, അല്ലെങ്കിൽ ഇന്ന വിധത്തിൽ കുറച്ചുകൂടെ വളരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അപ്രകാരമുള്ള നമ്മെപ്പറ്റിയുള്ള സത്യം തിരിച്ചറിയാൻ പോലും നാം പ്രവൃത്തിയുടെ പദത്തിലേക്ക് വരണം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ അപ്രകാരം തന്നെ ചെയ്യുവേൻ. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവർ മാത്രമല്ല, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ എത്ര പാറമേൽ വീട് പണിത് ബുദ്ധിമാനോട് സാധിച്ചു എന്നൊക്കെ പറയുമ്പോൾ യേശുവിൻ്റെ ഊന്നൽ എപ്പോഴും പ്രവൃത്തിയിലായിരുന്നു എന്നതിന് യാതൊരു സംശയമില്ല. രണ്ടാമത്, നമ്മൾ കേട്ട കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാകണമെങ്കിൽ അതിനെ പ്രവൃത്തിയിൽ കൊണ്ടുവരണം. അങ്ങനെ പ്രവൃത്തിയിൽ കൂടെ മാത്രമേ ചെവി കൊണ്ട് കേട്ട കാര്യങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ആകെത്തുകയുടെ അംശമാക്കി പരിവർത്തനം ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നതാണ് ആത്മീയമായ മർമ്മം. എന്നാൽ ക്രിസ്ത്യാനികളായ നാം പൊതുവെ പറഞ്ഞാൽ കേട്ടുകേൾവിയുടെ മാത്രം മതം അറിയുന്നവരാണ്. നാം കേട്ടുകേൾവി വിശ്വാസികളാണ്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ വീര്യം എന്ത് എന്നറിയുവാൻ നമുക്ക് സാധിക്കും. കർത്താവ് യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ കുറച്ച് വാക്കുകളും പഠിച്ചുകൊണ്ട് വന്ന് അതും കറക്കിക്കൊണ്ട് നടന്നിരുന്നെങ്കിൽ ഈ ഭൂമിയുടെ പരപ്പിൽ വിശ്വാസികളായി ആരും കാണുകയുണ്ടായിരുന്നില്ല, കാണാനൊരു സാധ്യതയുമില്ലായിരുന്നു എന്ന് നമുക്കറിയാവുന്ന കാര്യം. അവസാനമായി മരണാരണ്യത്തിൽ നിന്ന് മടങ്ങി വന്ന യേശു തിരിച്ചറിഞ്ഞൊരു വലിയ സത്യം, അതൊരു വിടുതലിൻ്റെ അറിവാണിത്. വലിയ സത്യം, യഥാർത്ഥ മതം എന്ന് പറഞ്ഞാൽ യേശു അറിയിച്ച ജീവൻ്റെ മാർഗത്തിന് 2 വശങ്ങൾ മാത്രമേ ഉള്ളൂ. ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. ഒന്ന്, നമ്മുടെ ബന്ധങ്ങൾ സ്നേഹമുള്ളതായിരിക്കണം. പറയാം, മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശു പറയുന്നു, നിങ്ങൾ ആരാധിക്കാൻ പോകുമ്പോൾ വഴിയിൽ വെച്ച് നിങ്ങൾക്ക് ഓർമ്മ വരികയാണ്, നിങ്ങളുടെ സഹോദരനോട് നിങ്ങൾ വേണ്ടതുപോലെ ഉള്ള ബന്ധത്തിലല്ല. അങ്ങനെ നിങ്ങൾക്ക് ഓർമ്മ വന്നാൽ നിങ്ങളുടെ വഴിപാട് അവിടെ ഉപേക്ഷിച്ച് പോയി നിന്റെ സഹോദരനോട് നിരന്നിട്ട് വന്നിട്ട് നീ ആരാധിച്ചാൽ മതി എന്ന് പറയണമെങ്കിൽ മനുഷ്യബന്ധത്തിന് യേശു കൽപ്പിക്കുന്ന പ്രാധാന്യം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ദൈവത്തോട് നിരപ്പാകുന്നതും മനുഷ്യരോട് നിരപ്പാകുന്നതും ഏതാണ്ട് ഒരേ തട്ടത്തിൽ വെച്ചാണ് യേശു വിലയിരുത്തുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. അങ്ങനെ മനുഷ്യർ പരസ്പരം സ്നേഹബന്ധത്തിലായിരിക്കുന്നത് ആത്മീയതയുടെ ഒരു പ്രധാനപ്പെട്ട അംശമാണ് എന്നതുകൊണ്ട് ആ സ്നേഹബന്ധത്തിൻ്റെ മധ്യത്തിൽ നുഴഞ്ഞു കയറുവാൻ ആർക്കും നിങ്ങൾ അവകാശം കൊടുക്കരുത്, നിങ്ങൾ ഇടനിലക്കാർ ഇതിനകത്ത് പ്രവേശിക്കരുത് എന്ന് യേശു വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഇടനിലക്കാരില്ലെങ്കിൽ നമുക്ക് ആകെപ്പാടെ ഒരു വിമിഷ്ടമാണ് എന്നത് ഒരു കോമാളിത്തരം തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ ഏതെങ്കിലും ബന്ധത്തിൻ്റെ ഇടയിൽ മറ്റാരെയെങ്കിലും കയറി നിൽക്കാൻ നമ്മൾ അനുവദിക്കുമോ? നിങ്ങളൊരാളെ സ്നേഹിക്കുന്നു, മൂന്നാമതൊരാളെ എൻ്റെ നടുവിൽ കൊണ്ടുവന്ന് അയാളിൽ കൂടെ മാത്രമേ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കുകയുള്ളൂ, ഇടപെടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് കോമാളിത്തരമല്ലേ, അത് ഭ്രാന്തല്ലേ? പ്രത്യേകിച്ച് ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവ് എന്ന വിധത്തിൽ അറിയുമ്പോൾ നിങ്ങളും നിങ്ങളുടെ അപ്പനുമായി സ്നേഹബന്ധമുണ്ടെങ്കിൽ അതിൽ ഇടനിൽക്കാരെ കൊണ്ട് വെക്കുന്നത് എത്രമാത്രം ബുദ്ധിയുള്ളതാണ്, അനുയോജ്യമാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളും ദൈവവുമായുള്ള ബന്ധത്തിൽ. അതാണല്ലോ ആരാധന എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഇടയിൽ പുരോഹിതന്മാരെ കൊണ്ട് വെക്കുന്നത് എത്രയോ കോലാഹലമാണ്, അർത്ഥശൂന്യമാണ്, ദൈവത്തോട് കാണിക്കുന്ന മറുതലിപ്പാണ് എന്ന് എന്തുകൊണ്ട് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല? അത് വ്യക്തമായി യേശു പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇതൊരു കാലത്തും നിങ്ങളുടെ ആത്മീയ വർധനവിന് അനുയോജ്യമായ കാര്യമല്ല. യേശുവിൻ്റെ ഒരു സംരംഭത്തിലും ഇടനിലക്കാരെ കാലുകുത്താൻ അനുവദിച്ചിരുന്നില്ല എന്നത് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ യേശുവിൻ്റെ ദർശനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് മനുഷ്യൻ്റെ ബന്ധങ്ങളുടെ പ്രാധാന്യം. രണ്ടാമത്, സേവനം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം, ദ സാക്രമെന്റ് ഓഫ് സർവീസ്. യേശുവിൻ്റെ കണ്ണിൽ യഥാർത്ഥത്തിലുള്ള സക്രമെന്റ് സേവനമാണ്.
മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന് 45-ാം വാക്യം നമുക്കറിയാം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലെ കൊടുക്കാനും അത്രേ വന്നത്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം സേവനം സ്വീകാര്യമല്ല. മതമെന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ടുള്ള കസർത്ത്, വാക്ക് 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 വാക്ക്. അതുകൊണ്ടാണ് യേശു പറയുന്നത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം മുതൽ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ എവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ആ ഒരു മാനദണ്ഡം വെച്ച് നമ്മെ അളന്നാൽ നമ്മുടെ എല്ലാം അവസ്ഥ കട്ടപ്പുകയായി പോകും എന്നത് പ്രത്യേകം നാം ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് to be in true Lent is to be selfless in relationship and service. യഥാർത്ഥത്തിലുള്ള ലെൻഡ് എന്തായിരിക്കണം? ഇന്നത് കഴിച്ചു കഴിച്ചില്ല എന്നതല്ല. ഈ നോമ്പ് കാലത്ത് നമ്മുടെ നോമ്പ് എന്തായിരിക്കണം? നമ്മുടെ ബന്ധങ്ങൾ ആത്മീയമായി ചേതനയുള്ളതാണോ? നമ്മുടെ ശുശ്രൂഷാ മനോഭാവം യേശു നമുക്ക് നൽകിയ മാതൃകയോട് നീതി പുലർത്തുന്നതാണോ? ഇപ്രകാരമുള്ള ഘടകങ്ങളിൽ നമുക്ക് ബലഹീനതയുണ്ടെങ്കിൽ ആ ബലഹീനതയെ മാറ്റിയിട്ട് ആ ബലഹീനതയ്ക്ക് പകരം ശക്തി ആർജിക്കുവാൻ, കൂടുതലായി സ്നേഹിക്കുവാനും കൂടുതലായി സേവനം ചെയ്യുവാനും അത് നിസ്വാർത്ഥമായി തന്നെ നിർവഹിപ്പാനും ഉള്ള ആത്മീയമായ കൃപ പ്രാപിപ്പാനായിട്ട് നമ്മെ തന്നെ ഒരുക്കുന്ന അവസരമായി 2026 ആണ്ടിലെ നോമ്പുകാല അച്ചടക്കം നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.